യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 3 ലാസറും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. 3 ഇപ്രകാരമാണ്: കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. മാർത്താ മറിയം തൻ്റെ സഹോദരൻ ലാസർ മരണക്കിടക്കയിലാണ്, രോഗത്തിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ പക്കലേക്ക് ആളിനെ അയക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തെ കൊണ്ടുപോവുകയാണ്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. കർത്താവ് സ്നേഹിച്ചവനാണ് ലാസർ. ലാസറിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തതയും അതുതന്നെയാണ്. സ്വർഗം സ്നേഹിച്ച ജീവിതത്തിൻ്റെ ഉടമയാണ് ലാസർ. നമ്മൾ സ്നേഹിച്ചതിനെക്കുറിച്ചല്ല പറയുന്നത്. സ്വർഗത്തിന് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്ന ജീവിതമായിരുന്നു ലാസറിൻ്റേത്. അതുകൊണ്ടാണ് ഒരിറ്റ് കണ്ണീര് അവൻ്റെ കണ്ണിൽ ലാസറിന് വേണ്ടി ബാക്കി വച്ചിരുന്നത്. കണ്ണീർ പൊഴിക്കുന്നുണ്ട് ക്രിസ്തു. സ്നേഹമുള്ളവരെ, സ്വർഗത്തിന് പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അത് ക്രിസ്തു മനസ്സിന് സ്വർഗത്തിനൊരു വേദന തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുന്നതിനൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ വേണ്ടേ? ക്രിസ്തു സ്നേഹിച്ചിരുന്നവനെന്ന് എൻ്റെ പേരിനെക്കുറിച്ച് പറയുമോ? ക്രിസ്തു സ്നേഹിച്ച റോബിനച്ചൻ, ക്രിസ്തു സ്നേഹിച്ച അപ്പൻ, ക്രിസ്തു സ്നേഹിച്ച അമ്മ, ക്രിസ്തു സ്നേഹിച്ച മകൻ, മകൾ എന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമോ? നമ്മുടെ പേര് ചേർത്ത് വെച്ച് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിച്ചവൻ രോഗിയായിരിക്കുന്നു. കർത്താവെ, അങ്ങ് സ്നേഹിച്ച ഒരു മകൻ എന്ന് നമ്മളെക്കുറിച്ച് വീണ്ടും ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ ക്രിസ്തു സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുമെങ്കിൽ ക്രിസ്തു നിനക്ക് വേണ്ടി വരാനും കണ്ണീർ പൊഴിക്കാനും നിന്നെ സൗഖ്യപ്പെടുത്താനും തിരികെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാനും, അത് മരണമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയുടെ വക്കിൽ നീ പോകുമ്പോഴും നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് നഷ്ടങ്ങളുടെ എല്ലാ തുകകളും തിരിച്ചു തന്ന് കൃപകളിലേക്ക് പുനഃസ്ഥാപിക്കാൻ സ്വർഗസ്നേഹം സമീപത്തുണ്ട് എന്നത് വചനത്തിൻ്റെ യോഗ്യതയാൽ ഉറപ്പു തരുന്നു. ആമേൻ.